അപ്പൊ അങ്ങയുടെ കൃഷിയിടത്തില് വ്യത്യസ്തങ്ങളായ ഒരു 100ഓളം ജാതി മരം ഉണ്ട് കാച്ചത്. അതിനകത്ത് എത്ര ഇനങ്ങളുണ്ട്? അതിന്റെ അകത്ത് അധികം നാടൻ ഇനങ്ങളാണ്. പണ്ട് 40 വർഷം വരെ പഴക്കമുള്ള ഐറ്റങ്ങളാണ്. അതിന്റെ അകത്ത് അധികം ഫ്ലവർ എല്ലാത്തിനും ഫ്ലവർ നല്ല കട്ടിയുള്ള ടൈപ്പാണ്. ഫ്ലവർ ഇല്ലാത്ത 2-3 ചെടിയേ ഉള്ളൂ. കായാണെങ്കിൽ നല്ല ബോൾട്ട് കായായിരിക്കും, ബ്ലാക്ക്. ഇതിന്റെ പേരിട്ടേക്കുന്നത് പാലക്കാട് 55 എന്നാണ്. പാലക്കാട് 55 ജാതി. ഇതിന്റെ പ്രത്യേകത 60 to 70 പൊട്ടിച്ച പരിപ്പിന് 1 കിലോ കിട്ടും. 3.5 ഗ്രാം വരെ ഉണക്ക ഫ്ലവർ വരുന്നുണ്ട് ഒരു കായെന്ന്. ആണ്ടിലും 3 ട്രിപ്പ് കായ്ക്കുന്നുണ്ട്. കൊല കുത്തിയാണ് കായ്ക്കുന്നത്. ഒരു പുറംതൊണ്ട് തീരെ കുറവായിരിക്കും. ഇത് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് അങ്ങനെ തന്നെ ഇരിക്കും. ഉണക്കിയാലും തൂക്കം കുറയുന്നില്ല. 60 to 70 പരിപ്പിന് 1 കിലോ, പൊട്ടിച്ച പരിപ്പ് 1 കിലോ കിട്ടും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കി ചേലച്ചൂട് ചുരുളിയിലെ പാലക്കാടൻ നട്ട്ബഗ് പ്ലാന്റേഷനിലാണ്. പ്ലാന്റേഷനോടൊപ്പം തന്നെ നല്ലൊരു നഴ്സറി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്താ ചേട്ടാ, ഇതെന്താ നമ്മുടെ ഇത് ഞാൻ വികസിപ്പിച്ചെടുത്തേക്കുന്ന ഏറ്റവും പുതിയ ഇനമാണ്. ഇതിപ്പോ ഏഷ്യയിലെ ഏറ്റവും വലിയ ജാതിയായിട്ടാണ് വന്നേക്കുന്നത്. ഈ വലുപ്പത്തിന് ആരും ഇതുവരെ പറഞ്ഞു വന്നിട്ടില്ല. എന്താ ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന്റെ പേരിട്ടേക്കുന്നത് പാലക്കാട് 55 എന്നാണ്. പാലക്കാട് 55 ജാതി. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ 60 to 70 പൊട്ടിച്ച പരിപ്പിന് 1 കിലോ കിട്ടും. 3.5 ഗ്രാം വരെ ഉണക്ക ഫ്ലവർ വരുന്നുണ്ട് ഒരു കായെന്ന്. ആണ്ടിലും 3 ട്രിപ്പ് കായ്ക്കുന്നുണ്ട്. കൊല കുത്തിയാണ് കായ്ക്കുന്നത്. ഒരു കൊലയിൽ 5-8 പൂ ഉണ്ടാവും. അപ്പൊ അതിന്റെ തൈകൾ ഇതിന്റെ തൈ ഇതിപ്പോ നമ്മളതിന്റെ തൈ ഒരു തൈ നമുക്ക് മാതൃവൃക്ഷമുണ്ട്. അത് വെട്ടി നമുക്ക് തൈ ഉണ്ടാക്കാനായിട്ട് സ്റ്റെം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് അതിന്റെ ഇടയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിന്റെ ഇലയുടെ മാറ്റാണ് ഇത്. ഇതുണ്ട് അതിന്റെ ഇടയ്ക്ക്. ഇതാണ് അതിന്റെ ഇടയ്ക്ക് എന്ന് വെച്ചാൽ ഭയങ്കര മറ്റു ജാതിനെക്കാളും വ്യത്യസ്തം ഉണ്ടാവും. ഇതുണ്ട് അതിന്റെ ഇടയ്ക്ക്. ഇതുണ്ടോ കൊഴുപ്പുണ്ടോ? നല്ല കൊഴുപ്പ്. നല്ലതാണ് കൊഴുപ്പുണ്ട്. അതായത് ഇതിന്റെ തൈ കമ്പ് ഇങ്ങനെ മേപ്പോട്ട് വളരുന്ന കമ്പ് പിടിച്ചിട്ടുണ്ടാവത്തില്ല. ഇതിന്റെ ഒത്തിരി പ്രത്യേകത 5-6 കൂട്ടം പ്രത്യേകതയുണ്ട്. കായുടെ വലുപ്പമാണ് ഏറ്റവും വലുത്ത പ്രത്യേകത അതാണ്. കാ ചുങ്ങി പോകുന്നില്ല എന്നുള്ള, പൊട്ടിച്ച് കഴിയുമ്പോൾ അതേ കണ്ടീഷൻ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഫ്ലവർ 3.5 ഗ്രാമോളം ഫ്ലവർ വരുന്നുണ്ട്. എന്റെ പ്രത്യേകത ഇതിന്റെ ജാതി വരച്ച വീട്ടിലേക്ക് പോകണം. ജാതിയെ പ്രേക്ഷകർക്ക് പരിചയം പോവാ. അത് നമുക്ക് അപ്പൊ ഈ പാലക്കാട് 55 തൈകള് നഴ്സറിയിൽ അങ്ങ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്. ഇതാണ് ആ തൈ. ഈ തൈ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത ചെയ്യുന്നത് ഇവിടെ വെച്ചാണ് ബഡ് ചെയ്തേക്കുന്നത്. പിന്നെ കരുത്ത് കൂടുതലുണ്ട്. മറ്റു തൈനെ വെച്ച് എനർജി പവർ കൂടുതലുണ്ട്. എത്ര തട്ടാവുമ്പോഴാണ് കൊടുക്കുന്നത്? ഇത് നമ്മളങ്ങനെ ഇതിപ്പം അഡ്വാൻസ് ബുക്കായിട്ടാണ് കൊടുക്കുന്നത്. ബുക്കിംഗ് ആയിട്ടാണ് കൊടുക്കുന്നത്. ബൾക്കായിട്ട് എടുക്കാറായിട്ടല്ല തൈ. അത് ശരി. നമ്മളിത് തൈ ആയി വരുന്നുള്ളൂ. നമുക്ക് സ്റ്റംപ് ആയിക്കൊണ്ടിരുന്നു. സ്റ്റംപ് ആയിക്കിട്ട് നമുക്കൊരു ബൾഗ് ആയിട്ടില്ല. അപ്പൊ 1-2 ഒക്കെ അത്യാവശ്യക്കാരന് നമുക്ക് കൊടുക്കുന്നു. ഇതിപ്പോ നമുക്കതിപ്പോ ഏഷ്യയിലെ ഏറ്റവും വലിയ ജാതിയായിട്ടാണ് വന്നേക്കുന്നത്. ഏറ്റവും വലിപ്പമുള്ളത്. അത് കൃഷി ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചേക്കുന്നതാ. അവരുടെ സയന്റിസ്റ്റ്, സർക്കാരിന്റെ സയന്റിസ്റ്റ് കോഴിക്കോട് NSR സാർ വരെ ഇത് അംഗീകരിച്ചേക്കുന്ന കേസാ. ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞേക്കുന്നതാ. സർക്കാർ വരേണ്ട കേരളശ്രീ, വിശ്വശ്രീ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. അവരുടെ സെമിനാറിനൊക്കെ നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ അത്രയും ഇല്ല, അവർക്ക് കിട്ടുന്നുമില്ല. അപ്പൊ ഈ ജാതി തൈകളൊക്കെ ഇതിപ്പോ വിൽപ്പനയ്ക്ക് റെഡി ആയിരിക്കുന്ന തൈകളാണ്. ഇത് ഒരു സ്റ്റെപ്പ് തൊട്ട് 4 സ്റ്റെപ്പ് വരെ 5 സ്റ്റെപ്പ് വരെ ഉണ്ട് പാലക്കാടൻ ജാതി പ്ലാന്റേഷന്റെ. ഇതെല്ലാം വെറൈറ്റി ആണ്. നമുക്ക് ഒരു 3 ഗ്രാം ഉണക്ക ഫ്ലവറിന്റെ മുകളിൽ ഇതെല്ലാം കിട്ടുന്ന ഐറ്റം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനത്തിന്റെ പേര് അതിന്റെ പാലക്കാട് 55. അതിന്റെ തൈകൾ ഇവിടെ അതിന്റെ തൈ ഉണ്ട്. അത്യാവശ്യം ബുക്കിംഗ് ചെയ്ത് കുറെ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്കിംഗ് അനുസരിച്ച് ഒറ്റയടിക്ക് കിട്ടത്തില്ല, നമുക്ക് താമസം വരും. ഇത് അല്ലാത്ത തൈകൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. നമ്മുടെ ഈ പാലക്കാട് 55 എന്ന അത്യുൽപാദന ശേഷിയുള്ള ഇനത്തിന്റെ, നല്ല ഗുണനിലവാരമുള്ള ഇനത്തിന്റെ മാതൃവൃക്ഷത്തിന്റെ എല്ലാം വിളവെടുക്കാറായോ? വിളവിപ്പം ഓൾ സീസൺ ആണ്. ഇത് എന്നും കാ തീരത്തില്ല. 3 ട്രിപ്പ് കായ്ക്കും. വർഷത്തിൽ എത്ര 3 ട്രിപ്പ് കായ്ക്കും. 3 ട്രിപ്പ് കായ്ക്കും. കാ തീരത്തില്ല. ഒരു 1-2 കാ പറിച്ച് നമ്മളെ 55 കാ ഇതെന്ന് വെച്ചാൽ ഇതിന്റെ തൊണ്ടിന് തീരെ ഇതാണ്. കാ ഇതുണ്ടോ, സാധാരണ വെയിറ്റ് വലിയ കാന്ന് വെയിറ്റ് പുറം തൊണ്ടിന് കട്ടി കുറവായിരിക്കും. സാധാ കായുടെ കണ്ടീഷൻ ആയിരിക്കും. പക്ഷെ ഇതിന് ഭയങ്കര ഇതായിരിക്കും, തിക്കായിരിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇതുണ്ടോ, ഒരു കായുടെ വെയിറ്റ് ആണ് ഇത്. ഇതുണ്ടോ, ഇതിന്റെ ഇതുണ്ടോ, ഫ്ലവർ പൊഴിഞ്ഞ ഇതേ രീതിക്കാണ് ഫ്ലവർ ഇരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഏഷ്യയിൽ ആരും ഇതുവരെ അവകാശപ്പെട്ടിട്ടുള്ള ഏറ്റവും പരിപ്പ്. ഇതുണ്ട് ഇതിന്റെ ഇത് 6 കൂട്ടം ഗുണമുണ്ട്. ഇത് 6 കൂട്ടം എന്ന് വെച്ചാൽ ആണ്ടിൽ 3 ട്രിപ്പ് കായ്ക്കുന്നുണ്ട്. ഒരു കൊല്ലയിൽ 8-9 പൂ വരെ ഉണ്ട്. ഇത് ഫ്ലവർ ഇതാണ്. കായ്ക്ക് ഇതിന് ഒരു ബ്ലാക്ക് ആവില്ല, ബ്രൗൺ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇത്
പുറം തൊണ്ട് തീരെ കുറവായിരിക്കും. ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് അങ്ങനെ തന്നെ ഇരിക്കും. ശരി, ഉണങ്ങിയാലും തൂക്കം കുറയുന്നില്ല. 60-70 പരിപ്പിന് 1 കിലോ പൊട്ടിച്ച പരിപ്പ് 1 കിലോ കിട്ടും. 70 കായ്ക്ക് പൊട്ടിച്ച പരിപ്പ് 1 കിലോ കിട്ടും. ഫ്ലവർ ഒരു 3 ഗ്രാമിന്റെ മുകളിലേക്ക് 3.5 ഗ്രാം വരെ ഉണക്ക വരുന്നുണ്ട്. ഉണക്ക ഫ്ലവർ 3.5 ഗ്രാം വരെ വരുന്നുണ്ട്. അതാണ് പാലക്കാട് നട്ട്ബഗ് 55ന്റെ പ്രത്യേകത. ഇത് നമുക്ക് മാതൃഭാഷ ആര് വന്നാലും കാണിക്കാം. ഇവിടെ നമുക്ക് ഉള്ളതാണ്. നമ്മുടെ തോട്ടത്തിൽ ഒരു മരം യാദൃശ്യമായിട്ട് കിട്ടിയതാണ്. അത് വെട്ടി നമ്മൾ ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റമ്പ് എടുത്ത് നമ്മൾ തൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വിപുലമായിട്ട് കൊടുക്കാറായിട്ടില്ല. നമുക്കിപ്പോ ഒറ്റയടിക്ക് ആവത്തില്ല. ഒരു മരം കിട്ടി അദ്ദേഹം തിളപ്പിച്ചെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ.